എങ്ങനെ ഇവിടെ വരെ വെള്ളം വന്നു, ഇവിടെ വരെ ഈ ലെവലിൽ ഹാഫ് വെള്ളം വന്നു. ഈ ലെവലിലാണ് വെള്ളം വന്ന് തള്ളിപ്പോവായിരുന്നു, മൊത്തം തള്ളി വെളിയിലോട്ട് തള്ളുമായിരുന്നു. ഫർണിച്ചർ ഉൾപ്പെടെ മൊത്തം പോവുമായിരുന്നു. എല്ലാ സാധനങ്ങളും തെള്ളിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ വലിയ പാടാണ്. ഈരാറ്റുപേട്ട ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വെള്ളം കയറിയ ശേഷമുള്ള കാഴ്ചകളാണ്. വെള്ളം ഇറങ്ങി പോയെങ്കിൽ പോലും ആ മാലിന്യങ്ങളും ആ ചെളിവെള്ളവും എല്ലാം തന്നെ ഇത്തരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഫർണിച്ചർ കടയുടെ മുന്നിലാണ്. ഓണവിപണി പ്രമാണിച്ച് വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കുകളുണ്ടായിരുന്നു, അത് ഉൾപ്പെടെ നഷ്ടപ്പെടുന്നത് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അത്രയും വലിയ നഷ്ടം തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. വലിയ ഒരു നഷ്ടം തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാമെന്ന് തോന്നുന്നു. ഇതെല്ലാം തന്നെ നിറഞ്ഞ് ചെളി കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ദാനം നശിച്ചു കിടക്കുക, എല്ലാ ഫർണിച്ചറും വെള്ളത്തിൽ മുന്നിൽ കിടക്കുക ഫുള്ളായിട്ട്. അതിനകത്ത് നിങ്ങൾ കയറിയാൽ കാണാം. എൻ്റെ പേര് ഇസ്മായിൽ, ഇവിടുത്തെ സ്റ്റാഫാണ്. നോക്കിക്കോ, ഇവിടെ ഇതാ ഇവിടുത്തെ മെയിനാണ് മലയാളി. പുതുപ്പറമ്പിൽ ഏജൻസീസാണ്. ഇതിപ്പോൾ മിനിയാന്നുള്ള ആ വെള്ളപ്പാച്ചിലിൽ ഫർണിച്ചർ മൊത്തമായിട്ട് പോയതായിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള STUവിൻ്റെ സന്നദ്ധ പ്രവർത്തകരും ഞങ്ങളുടെ ടീം വെൽഫെയർ എന്ന് പറഞ്ഞ ആ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്പോൾ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ടീം വെൽഫെയർ അടക്കം IRWൻ്റെ കീഴിലുള്ള പ്രവർത്തകരും പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ യൂണിയൻ അല്ലേ STUവിൻ്റെ സന്നദ്ധ പ്രവർത്തകരും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണം പ്രമാണിച്ച് വന്ന സ്റ്റോക്കുകളൊക്കെ ഓണം പ്രമാണിച്ച് വന്ന ലക്ഷങ്ങളുടെ സ്റ്റോക്കാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇതിൻ്റെ പരിണിത ഫലം ബാക്കി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ബാക്കി പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ആ ദൃശ്യങ്ങളിലേക്ക് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഈ സ്ഥാപനത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ വൃത്തിയാക്കൽ പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു വെള്ളപ്പൊക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു രാത്രി കൊണ്ടാണ് ഈരാറ്റുപേട്ട ടൗൺ മുഴുവനായിട്ട് അങ്ങ് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇത് എടുത്തു പറയേണ്ട ഒരു ഫർണിച്ചർ കടയാണ്. ആ ഫർണിച്ചർ കടയിലേക്കൊക്കെ വെള്ളം ഇരച്ചു വരും. നമ്മൾ നേരത്തെ പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ ഇതൊരു ഫർണിച്ചർ കടയാണ്. ഫർണിച്ചർ കടയിലേക്ക് വെള്ളം വരികയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം നാശനഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ളത്. എങ്ങനെ ഇവിടെ വരെ വെള്ളം വന്നു, ഇവിടെ വരെ ഈ ലെവലിൽ ഹാഫ് വെള്ളം വന്നു. ഈ ലെവലിലാണ് വെള്ളം വന്ന് തള്ളിപ്പോവായിരുന്നു, മൊത്തം തള്ളി വെളിയിലോട്ട് തള്ളുമായിരുന്നു. ഫർണിച്ചർ ഉൾപ്പെടെ മൊത്തം പോവുമായിരുന്നു. എല്ലാ സാധനങ്ങളും തെള്ളിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ വലിയ പാടാണ്. എല്ലാത്തിലും ചെളി കയറിക്കുക, മൊത്തം വെള്ളം കയറി കിടക്കുക. ഫുൾ ഫർണിഷ് ചെയ്ത സാധനങ്ങളൊക്കെ കിടക്കുന്നു കംപ്ലീറ്റ്. അലമാരിയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. എത്ര എണ്ണം മറിഞ്ഞു കിടക്കുന്നു മൊത്തം വെള്ളമായിരുന്നു. ഒരാളിൽ വെള്ളം കംപ്ലീറ്റ് ഈ പള്ളി പോലും ആ പള്ളി വരാൻ കംപ്ലീറ്റ് കടയിൽ വെള്ളം, എല്ലാം കംപ്ലീറ്റ് വെള്ളം. ചെളി മാറി എല്ലാം ചെളിയായിരുന്നു മൊത്തം. തീർച്ചയായിട്ടും ഇതിനിപ്പം വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ വേണ്ടി വരും. ഇത് മുഴുവൻ വൃത്തിയാക്കാനായിട്ട് അത്രയും വെള്ളം കയറി ആണ് ഈ സ്ഥാപനം. ഇതുവഴി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം തെന്നി വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവർക്ക് ഇനി വലിയൊരു ദൗത്യം തന്നെയുണ്ട്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അതിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം പറയേണ്ടത് ഇതെല്ലാം ഓണം പ്രമാണിച്ച് വന്ന കുറേ സ്റ്റോക്കുകളാണ്. ആ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇത്തരത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നോക്കൂ എന്തുമാത്രം ചെളിയാണ് കയറി വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. ഏതായാലും ഈ ഫർണിച്ചർ കടയാണ്. ഈ ഫർണിച്ചർ കടയിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതിലും വലിയ നാശനഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതെല്ലാം വൃത്തിയാക്കുന്ന പോലെയുള്ള ഒരു വലിയ ദൗത്യത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. ഏതായാലും ഓണം പ്രമാണിച്ച് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഓണം വിപണിയെ ലക്ഷ്യമിട്ട് വന്ന സ്റ്റോക്കുകളാണ് ഇത്തരത്തിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഈ ഫർണിച്ചർ കടയാണെങ്കിലും നേരത്തെ നമ്മൾ കണ്ട ആ ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.